ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമായിട്ടേ UAE സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് അമേരിക്കൻ എയർഫോഴ്സ് ഇന്നലെ ഒരു പിക്ചർ പുറത്തോട്ട് വിട്ടു. ഇന്നലല്ല, ഇന്നാണ് പിക്ചർ പുറത്തോട്ട് വന്നത്. അതായത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ US-ന്റെ ഫൈറ്റർ ജെറ്റുകൾ എന്താ പറയുക ഫ്യൂവല് റീഫിൽ ചെയ്യുന്നതായിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ താഴത്ത് നമ്മുടെ പാം ജുമേറെ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. അതായത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. പക്ഷേ ഏത് ബേസിൽ നിന്നാണ് ആ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റർ ജെറ്റ് പൊങ്ങിയത് എന്നുള്ളതും എവിടെ നിന്നാണ് ഇത് റീഫ്യൂൽ ചെയ്യുന്നത് എന്നുള്ളതും പക്ക കാണിച്ചിട്ട് ലോകത്തിലെ മൊത്തം ആളുകൾക്ക് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം UAE. അതായത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും മൂട് താങ്ങി നടക്കുന്ന UAEക്ക് കിട്ടിയ ഏറ്റവും വലിയ എട്ടിൻ്റെ പണിയായിട്ടാണ് ഈ ഒരു ഇമേജിനെ ആൾക്കാരിപ്പം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ മീഡിയകളിലും എല്ലാ സ്ഥലത്തും ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പം ഇന്ന് യുദ്ധത്തിന്റെ കുറച്ച് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ USS ജെറാർഡ് ഫോർഡിന്റെ അകത്ത് കത്തിക്കരിഞ്ഞ് കിടക്കുന്ന റൂമുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഇപ്പം CNN പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ഈ അപ്ഡേറ്റുകളാണ് ഇപ്പം ഇന്ന് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ട്രംപിന് മതിയായിട്ടുണ്ട്. കാരണം US കോൺഗ്രസ്സിൽ അതായത് ഇനി അവരുടെ അപ്രൂവൽ ഇല്ലാണ്ട്, അതായത് റിപ്പബ്ലിക്കൻസ് മാത്രമല്ല ഡെമോക്രാറ്റ്സിൻ്റെ എല്ലാവരുടെയും അപ്രൂവൽ ഇല്ലാണ്ട് ഇനി ഒരു യുദ്ധത്തിലോട്ട് പോകാൻ ട്രംപിന് അനുമതി കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മുസ്തഫയായിട്ട് നേരിട്ട്, അതായത് മുസ്തഫ കാമിയായിട്ട് നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് US പ്രസിഡന്റ്, അതായത് ചർച്ചകളുടെ ഇടയിൽ ഉറങ്ങിപ്പോകുന്ന US പ്രസിഡന്റ് ഇന്ന് എന്താ പറയുക കൈകൂപ്പുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമേജ്. KC-135 റീഫ്യൂൽസ് F-16 ഇൻ സെൻകോം എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഒരു ഇമേജ് വന്നിട്ടുള്ളത്. അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ എന്നാണിട്ടുള്ളത്. പക്ഷേ താഴത്ത് നമ്മുടെ പാം ജുമേര, നമ്മുടെ എന്താ പറയുക അറ്റ്ലാന്റിസും പാം ജുമേരയും എല്ലാം അങ്ങനെ നിരന്ന് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ദുബായിയുടെ 5/9, അതായത് 9-ാം തീയതി ആണ് ഇത് എടുത്തിട്ടുള്ളത്. മെയ് 9-ാം തീയതിയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ US എയർഫോഴ്സ് ആണ് ഇത് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അപ്പം തുടക്കത്തിലെ ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത് ഒരു രാജ്യം, അത് UAE ആണ്. UAEയുടെ എയർബേസിൽ, പ്രത്യേകിച്ച് അൽ ദഫ്രയിലും അതുപോലെ തന്നെ മറ്റ് എയർബേസുകളിൽ നിന്നാണ് ഇറാൻ ഏറ്റവും കൂടുതൽ അടി US കൊടുത്തിട്ടുള്ളത്. അതിന് UAEയുടെ തന്നെ ഈ മിറാഷ് 2000 പോലത്തുള്ള മറ്റ് ഫൈറ്റർ ജെറ്റുകൾ അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് എന്നാണ് UAE ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും യാഥാർത്ഥ്യമാക്കുന്ന, അതായത് ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പണി തന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികളാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഏതാണെങ്കിൽ US എയർഫോഴ്സിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നായിട്ടാണ് സോഷ്യൽ മീഡിയയിലെ പല ആളുകളും ഇതിനെ നിരീക്ഷിച്ചിട്ടുള്ളത്. മെയ് പകുതിയോടെ US-ന്റെ എയർഫോഴ്സ് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന മിഡ് എയർ റീഫ്യൂലിംഗ് ചില ചിത്രങ്ങളാണ് ഔദ്യോഗികമായിട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഓപ്പറേഷണൽ സെക്യൂരിറ്റി OPSEC എന്ന് പറഞ്ഞിട്ടുള്ള ഈ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് അൺഡിസ്ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ചിത്രം, ഈ ഒരു ക്യാപ്ഷൻ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറ്റിയ വലിയ അബദ്ധം താഴത്ത് അത് ദുബായ് ആണെന്നും ദുബായിലെ പാം ജുമേരയാണ് താഴത്ത് കാണുന്നതും, അല്ലെങ്കിൽ പാം ജുമേര ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള UAE സ്വന്തം നിർമ്മിച്ചെടുത്തിട്ടുള്ള പാം ജുമേരയാണ് അതെന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. അത് ഇവിടെ എങ്ങനെ ഇത്രയും വലിയൊരു മണ്ടത്തരം US എയർഫോഴ്സിന് പറ്റി എന്നുള്ളതാണ് എല്ലാവർക്കും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഡിജിറ്റൽ സുരക്ഷ മറികടന്നിട്ടുള്ള ഭൂമിശാസ്ത്രം, അതായത് ഡിജിറ്റൽ സുരക്ഷയെ മറികടക്കും ചിലപ്പോൾ ചില സമയത്ത് ഈ ഭൂമിശാസ്ത്രം. അതായത് ജിയോഗ്രഫിക്കൽ കാര്യങ്ങൾ ചിന്തിക്കാണ്ട് നമ്മൾ ഡിജിറ്റൽ സെക്യൂരിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അത് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ അതിൻ്റെ വേയും നമ്മൾ അതിൻ്റെ എന്താ പറയുക ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിജിറ്റലി നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭൂമിശാസ്ത്രപരമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ അത് ഐഡൻറ്റിഫൈഡ് ആണ്, അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് അറിയാം അത് എവിടെയാണ് എന്താണെന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇറാൻ പല മിസൈലുകളും അല്ലെങ്കിൽ IRGC പുറത്തോട്ട് തന്നെ ഞങ്ങൾ മിസൈൽ വിട്ട് എന്ന് കാണിക്കുന്ന ചിത്രങ്ങളിൽ മിസൈൽ മാത്രം കാണിച്ചിട്ട് ബാക്കി എല്ലാ ഏരിയ ബ്ലർ ചെയ്ത് വിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ബ്ലർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചുറ്റുപാടുള്ള ഭൂമി അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി എന്താണ് റിയൽ പിക്ചർ പുറത്തോട്ട് വരും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര കറക്റ്റായിട്ടാണ്. അതായത് മിസൈൽ മാത്രം ബ്ലർ ചെയ്യാണ്ട് ബാക്കി സൈഡ് മൊത്തം ബ്ലർ ചെയ്തിട്ടാണ് അവരുടെ മിസൈലുകൾ വിടുന്നതായിട്ട് IRGC കൊടുക്കാറ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം അമേരിക്കയുടെ US എയർഫോഴ്സിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇറാനികൾ എത്രത്തോളം ചിന്തിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുള്ളതും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടാണ് നമ്മുടെ മുമ്പിലോട്ട്.
എന്തൊക്കെ പറഞ്ഞാലും ഈ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു റിലീസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് US എയർഫോഴ്സിന് എടുത്ത് ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം UAE ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ആളുകൾ. അപ്പം ഇറാൻ ഇനി ഏത് രീതിയിൽ തിരിച്ചാക്രമിക്കും, ഞാൻ എപ്പോഴും UAEക്ക് അടി കിട്ടും എന്ന് പറയുമ്പോൾ UAEയിലുള്ള ആൾക്കാർ എന്നെ ഒന്ന് തെറി പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പച്ചത്തെറി നിങ്ങളെ വിളിക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് UAE ഒരിക്കലും അല്ലെങ്കിൽ ഇറാൻ ഒരിക്കലും UAEനെ ആക്രമിച്ചിട്ടില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്. അപ്പോൾ അമേരിക്കക്ക് സ്ഥലം കൊടുത്ത് ഇറാൻ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇറാന് തിരിച്ചടിക്കാനുള്ള എല്ലാ പരമാധികാരങ്ങളും ആ രാജ്യത്തിനുണ്ട് എന്ന് വീണ്ടും കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിന് ഒത്ത് എടുത്താൽ മതി കാര്യങ്ങൾ. ഇനി മറ്റൊരു വീഡിയോ ഇന്ന് ഏറ്റവും കൂടുതൽ റിലീസായിട്ടുള്ളത്, അതായത് വീഡിയോ റിലീവ്സ് ഡാമേജ് ഫ്രം എയർ ഓൺ US എയർക്രാഫ്റ്റ് കാരിയർ ആഫ്റ്റർ. അതൊക്കെ നമ്മുടെ USS ജെറാർഡ് ഫോർഡിൻ്റെ അകത്ത് തീ കത്തിയതിൻ്റെ അതായത് അവിടുത്തെ എന്താ പറയുക പാൻട്രിയിൽ തീ വന്നു, അതുകൊണ്ട് 30 റൂമുകൾ കത്തിപ്പോയി, 24 മുതൽ 48 മണിക്കൂർ എടുത്തു ആ തീ അണയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് വന്നിരുന്നു. പക്ഷേ മിസൈൽ എന്നാണ് വായിൽ വരുന്നത്. എന്താണെങ്കിലും അത് ഇറാൻ്റെ മിസൈലുകൾ കൊണ്ടിട്ട് തന്നെയാണ് പണി കിട്ടിയത്. അപ്പം അത് മൊത്തം ഏകദേശം അത്രയും വലിയൊരു ഏരിയയിൽ, അതായത് ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും പിടിച്ച് അല്ലെങ്കിൽ അടിച്ചിട്ടാണ് ഈ ഒരു ഈ USS ജെറാർഡ് ഫോർഡിന് ഇത്രയും വലിയ ഇതുണ്ടായിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് CNN വന്നിട്ടുള്ള വാർത്തയാണ്. അതിൻ്റെ ഇമേജസും അത് USS ജെറാർഡ് ഫോർഡ് നമുക്കറിയാം തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പം അതിൻ്റെ അകത്തു നിന്നുള്ള ഇമേജസും വീഡിയോസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എത്ര വലിയ പ്രഹരമാണ് അമേരിക്കയുടെ, ആർക്കും തൊടാൻ പറ്റാത്ത അർമ്മടത വരുന്നു, ഇറാനികൾക്ക് വേണ്ടി വരുന്നു എന്ന് നമ്മുടെ US പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ 8ന്റെ പണി ഇറാൻ തിരിച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഇമേജസും പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ട് സന്തോഷിച്ചോളൂ നിങ്ങൾ. ഇറാൻ വെറുതെ അല്ല, ഇറാൻ അടിച്ചതൊക്കെ മർമ്മത്ത് തന്നെയാണ് ഇറാൻ കൊടുത്തിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ഇമേജ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായി നമുക്കറിയാം CNN മറ്റ് അമേരിക്കൻ ചാനലുകളിലൊക്കെ ട്രംപ് ഓരോ സമയം ഇരുന്നിട്ട് അവരങ്ങ് നിങ്ങൾ ഫേക്ക് ന്യൂസാണ് കൊടുക്കുന്നത് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടല്ലേ. പച്ചക്കന്നെ ഈ സോഷ്യൽ ട്രൂത്തിൽ, അതായത് ട്രംപിൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലേ, CNN ഇവരൊക്കെ തെറ്റായിട്ടുള്ള ന്യൂസാണ് കൊടുക്കുന്നത്. അതൊന്നുമല്ല. അത് എന്തുകൊണ്ടാണ്, അതായത് ഇവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, അവരത് പുറത്ത് വിടും എന്ന് പുള്ളി കറക്റ്റായിട്ടാണ്, അതുകൊണ്ടുള്ള ഒരു കരുതൽ ആയിട്ടാണ് പുള്ളി ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് CNN ഒക്കെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വാഴ്ത്തുപാട്ട് പാടുന്ന CNN ഒക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജസും വീഡിയോസും പുറത്തോട്ട് വിടുന്നതും. അപ്പം അതൊരു പോയിന്റ്. പിന്നെ മറ്റൊരു വീഡിയോ പറയാനുള്ളത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറാൻ ഒരു മിസൈലും അല്ലെങ്കിൽ ഒരു ഡ്രോണും വിടുന്ന സമയത്ത് എല്ലാം ബ്ലർ ചെയ്തിട്ടാണ് വിടാറ്. ഇപ്പോൾ ഇറാൻ ഇന്ന് പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒമാൻ ഉൾക്കടലിൽ US നാവികസേന, അതായത് യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിവെപ്പ് മുന്നറിയിപ്പ് നടത്തിയിട്ടുള്ളതായിട്ടുള്ള ചില വീഡിയോസ് പുറത്തു വരുന്നുണ്ട്. ഈ വീഡിയോസാണ് വന്നിട്ടുള്ളത്. ഒമാൻ കടലിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന USS നാവികസേനയുടെ 2 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ അതിനെതിരെ അല്ലെങ്കിൽ അതിന് നേരെയാണ് ഇറാൻ്റെ നാവികസേന ഇത്തരത്തിലുള്ള മിസൈലുകളും ഡ്രോണുകളും വിട്ടിട്ടുള്ള ഒരു താക്കീത്, മുന്നറിയിപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇറാൻ്റെ ആയുധങ്ങൾ ഖാദർ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഷിപ്പ് ക്രൂയിസർ മിസൈലുകളും അതുപോലെ തന്നെ പുതുതായിട്ട് പുറത്തിറക്കിയിട്ട് ഷഹീദ് ദനാവ എന്ന് പറഞ്ഞിട്ടുള്ള അറ്റാക്ക് ഡ്രോണുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ 2 ഡിസ്ട്രോയറുകൾക്കെതിരെ. അപ്പോൾ അമേരിക്കൻ കപ്പലുകളിലായിട്ടുള്ള DDG 103 USS ട്രക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലും പിന്നെ DDG 87 USS മസോൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡിസ്ട്രോയർ കപ്പലുകൾക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് ഇറാൻ്റെ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. USS ട്രിപ്പോളി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കപ്പലുകളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻവാങ്ങലുകൾ, അപ്പോൾ ഈ ഒരു ആക്രമണം കാരണം ഈ കപ്പലുകളൊക്കെ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. വ്യക്തമാണ്, ഇറാൻ്റെ ആക്രമണങ്ങൾ തടുക്കാൻ പറ്റാത്ത രീതിയിൽ അമേരിക്കയുടെ കപ്പലുകളും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മറ്റ് യുദ്ധക്കോപ്പുകൾക്കും പറ്റുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഒരു തരത്തിലുള്ള ഇത് നടക്കുന്നില്ല, നമ്മളതിനെ വിചാരിക്കരുത് അവിടെ വലിയ എന്തോ ഒരു ചർച്ച നടക്കുന്നില്ല. ഇന്ന് പല ചാനലുകളിലും വന്നിട്ടുണ്ട്. അതായത് 2025 നടന്ന ഒരു ചർച്ചയുടെ ഇമേജ് വെച്ചിട്ട് ഇപ്പം ഇതുപോലെ അതായത് വൈറ്റ് ഹൗസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്നും പറഞ്ഞ് ഇത്തരത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഏപ്രിൽ 13, 2025 നടന്നിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമാണ്. ഇത് സത്യമല്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വരുന്നുണ്ട്. ചർച്ചകളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. യുദ്ധം ഏത് രീതിയിലും മോശമാവുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ അടി വരാൻ പോകുന്നത് പ്രവാസ ലോകത്തിലെ ആൾക്കാർക്ക്, അതായത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലോട്ടായിരിക്കും. കാരണം അവരാണ് എല്ലാം തുറന്നു വെച്ച് കൊടുത്തിട്ടുള്ളത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക്. അത് തന്നെയാണ് നമ്മൾ ഇന്നലെയും കണ്ടിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വേർഷനായിട്ട്, അതായത് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. വേറെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വേണമെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ യൂട്യൂബ്, അത് ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നെക്കിയിട്ട് നിങ്ങളെ വീഡിയോ മാക്സിമം കാണാൻ ട്രൈ ചെയ്യുക. കൂടുതൽ ആളുകളുടെ അടുത്തോട്ട് ഇത് ഷെയർ ചെയ്യുക. ബൈ.